അസ്സലാമലൈക്കും ഗൈസ്. എൻ്റെ അലേഹൻ്റെ ഡ്രസ്സുണ്ട്. ഇത് നമ്മുടെ കിഡോപ്പിയിലെ ഡ്രസ്സാണ് കേട്ടോ. നല്ല രസമല്ലേ? നല്ല അടിപൊളി കോഡ് സെറ്റാണ്. ഡെനീമിൽ വരുന്ന ഉമ്മ മിടിയാണ് വെച്ചിട്ട് ഇത് രണ്ട് കാലും പാടെ അതായത് ഒരു അറയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് പാൻറ്റാണ്. നല്ല രസമല്ലേ? എന്തായാലും 2 ദിവസമായിട്ട് കിഡോപ്പിയിൽ പിടുത്തം വിട്ട തിരക്കാണ്. ഈ കളക്ഷൻസ് കഴിഞ്ഞു വെച്ചിട്ട് ആരും ബേജാറടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. വേഗം ഈ ആഴ്ചയിൽ തന്നെ വിട്ടോളി, പോവാ ഡ്രസ്സ് എടുക്കുക. കാരണം ഇതേപോലത്തെ ഡ്രസ്സ് നിങ്ങളുടെ മക്കൾക്ക് കിട്ടും ഗൈസ്. സിനു അതാ മാച്ചിട്ടിട്ട് പോണേ. അപ്പോൾ ഇന്നൊരു നോമ്പ് തുറയാണ്. ഉമ്മാനെ പഠിച്ച പണി 18 വിളിച്ചിട്ട് ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഇല്ലാതെ നമ്മുടെ 11 നോമ്പായിട്ട് ആദ്യത്തെ നോമ്പ് തുറയാണ്. സിനുവിൻ്റെ വീട്ടിലാണ് നോമ്പ് തുറ. അപ്പോൾ നോമ്പ് തുറക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഉമ്മാനി ക്ഷണിച്ചിട്ടുണ്ട്. ഉമ്മ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യണേ? വലിച്ചുകൊണ്ടുപോകാനൊന്നും പറ്റൂലല്ലോ. നോമ്പല്ലെങ്കിൽ പോന്നിട്ടുണ്ടാവും പറഞ്ഞേ. പോണ വഴിക്ക് നമുക്ക് അല്ലൂറയിൽ കയറാനുണ്ട്. അല്ലൂറയിൽ കയറിയിട്ട് ഏതായാലും ഒരാൾക്ക് ഡ്രസ്സ് എടുക്കാം. പിന്നെ ബാക്കിയുള്ളവർക്ക് പെരുന്നാൾ ഡ്രസ്സ് അടുത്ത ആഴ്ചയിൽ എടുക്കാം. അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് എന്താ എടുക്കണേ? നിങ്ങൾക്ക് എന്താ സൗഫി സ്പെഷ്യലായിട്ട് മാക്സി ഒക്കെ ഏൽപ്പിച്ചല്ലോ, വരുമോ ഗൈസ്? അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ കാത്തു നിൽക്കട്ടോ. സീനുവിനെ കാത്തു കഴിഞ്ഞപ്പോൾ നോമ്പ് തുറ എത്തുമ്പോഴേക്കും അവിടെ എത്തുമോ? സാധാരണ എല്ലാ പ്രാവശ്യം വഴുകലാണ്. ഞങ്ങൾക്ക് അരീക്കോട്ടുനിന്ന് കുപ്പിയും വെള്ളവും പിന്നെ തണ്ണിമത്തനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോക്കാം. ഇപ്രാവശ്യം അതന്നെ ആവുന്നെനിക്ക് തോന്നുന്നത്. കുറേ നേരമായിട്ട് കാത്തിക്കാണ്. ഓളോട് വരണ്ടേ? ഓളോടത്ത് നോമ്പ് തുറ എന്നുള്ള ചിന്തയെങ്കിലും വേണ്ടേ? പ്രതീക്ഷിച്ചതാണ്. എന്താ വീഴാത്തത് എന്ന്. വീണതിന് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നായി. അലരിക്കണോ കേൾക്ക? അലനാകെ കാട നിൽക്കണോ? ഇരിക്കുക കരിയ. ഇതെന്ത് കുട്ടിയാണിത്? വെറുതെ ഇരുന്നാലും കരിയ. പോന്നാ മതി. നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചല്ലേ? എന്തേ? നിങ്ങളെ മകളോടുക്കാണെങ്കിലും മണ്ടുവല്ലോ. ഇപ്പൊ ഇടക്ക് വിളിക്കാതെ 2 വട്ടം പോയാലോ? മകന്റെ ഭാര്യ വീട്ടിക്ക് വിളിച്ചാൽ വരുന്നില്ലല്ലോ. നടക്ക് പോവാ. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ എത്തി അല്ലേ? സിനു ബാക്കില്, അലൻ ബാക്കില്, ഞാനും അലേയും ഫ്രണ്ടില് ഗൈസ്. ഓക്കെ, അങ്ങനെ എത്ര ദിവസത്തിന് ശേഷമാണ് എന്റെ പെരയിൽ പോണേ? ഈ എന്താ പണ്ടുകൂടെ പോവാത്ത ഗൈസ്? ആദ്യം പെരുന്നാൾ ഡ്രസ്സ് എടുക്കാം. സിനുവിന് ആദ്യം എടുക്കാം. എല്ലാവർക്കും സെപ്പറേറ്റ് എടുക്കണം. ഇനി ഇതില് വരും ഉമ്മാക്ക് എന്താണ് നല്ല സ്ഥലത്ത് നിന്ന് എടുത്തില്ല, സിനുവിന് നല്ല സ്ഥലത്ത് നിന്ന് എടുത്തു പറഞ്ഞ ഇത് ഞാൻ പറയട്ടെ. ഉമ്മാക്ക് ഇവിടെ എടുക്കേണ്ട സ്ഥലത്ത് നിന്ന് ഉമ്മാക്ക് ഉള്ള പ്രായം ഇവളുടെ പ്രായം ഒന്നല്ല. ഉമ്മാക്ക് എടുക്കണം. ഇവിടെ ചുരിദാർ ഇട്ട് ഉമ്മ നടക്കൂലല്ലോ. അപ്പൊ ഉമ്മാക്ക് നമ്മൾ തനിയെ വേറെ എടുക്കും, എനിക്ക് വേറെ എടുക്കും. അലേക്ക് പിന്നെ നമ്മുടെ കിഡോപ്പി ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കും ഇൻഷാ അല്ലാ. അപ്പൊ എന്തായാലും ഇന്ന് പോണ വഴിക്ക് എന്താ വെച്ചാൽ ഇപ്പം എടുക്കണം. അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരവായി ആകെ തിരക്കാവും. ഞങ്ങൾ എല്ലാ കൊല്ലവും പെരുന്നാളിന്റെ മൂട്ടിക്ക് പോയിട്ടാണ് ഡ്രസ്സ് എടുക്കലൊക്കെ ഉണ്ടാവല്. അപ്പൊ ഏതായാലും പോണ വഴിക്ക് ഇപ്പൊ തന്നെ നോമ്പറക്കാൻ പോകണ്ടല്ലോ. ഇവിടെ നിന്നൊക്കെ എടുത്താൽ നോമ്പറക്കാൻ നേരത്തെ അങ്ങോട്ട് എത്താന്നുള്ള ലെവലില് പോവുകയാണ് അല്ലേ? നമുക്ക് നേരത്തെ എത്തണോ? പിന്നെ ഡ്രസ്സ് മാറ്റാൻ നേരത്തെ എനിക്ക് തോന്നിയില്ലല്ലോ. എത്ര നേരമാണ് അവിടെ നിന്നിന്ന്? അവനാടെ പേരേക്ക് പോകുമ്പോ ചുരുക്കാവണ്ടേ? കുറെ കാലത്തിന് ശേഷം കാണുമ്പോ ഓൽക്ക് ഇവള് അല്ലെങ്കിൽ ഇത് നോക്കിയൊക്കെ ഇന്ന് കുറച്ച് അധികം നേരം വന്നിരിക്കുന്നു. അപ്പൊ നമ്മള് പോകുന്നത് അല്ലൂറയിലേക്കാണ് കേട്ടോ. അല്ലൂറ സിനുവിന്റെ കല്യാണ ഡ്രസ്സൊക്കെ ഒരുങ്ങി നിർത്തിയാണ്. നമ്മളിതിന്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു. ഇതാണ് അല്ലൂറ. നല്ല തിരക്കുണ്ടല്ലോ. നമ്മൾ അല്ലൂറയിൽ എത്തിയിട്ടുണ്ട്. അനക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടി? കൺഫ്യൂഷൻ പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു എത്തനിക്ക് വേറെ കൊടുത്തോ ഒരു വെസ്റ്റേൺ വേറെ കൊടുത്തോ. കാരണം ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് ഗൈസ്. നല്ല കളക്ഷനും എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം എത്തനിക്ക് വേറെ നോക്കാം അല്ലേ? എത്തനിക്ക് വേറിൻ്റെ അവിടെ കുറച്ച് തിരക്ക് കൂടുതലാണ്. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടും. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് പോകണം കേട്ടോ. അല്ലെങ്കിൽ ഇരിക്കണമൊക്കെ ഈ ഇരിക്കണതൊക്കെ എത്തനിക്ക് വേറാണ്. ഇത് മൽച്ചന്തേരിയിൽ നോക്കണ്ടോ? മൽച്ചന്തേരിയിലൊക്കെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ? ഒക്കെ വെറൈറ്റി കളേഴ്സാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എന്താണ് ഒരുപാട് അലമ്പില്ലാതെ കുറെ കല്ല് മുത്തൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്കുള്ള സാധനം ഒക്കെ നമുക്കൊരു പക്ക പാർട്ടി വെയർ ആണ് അതിന്. ഓക്കെ, അതിൽ നിന്ന് ഒരുപാട്. ഇത് മൽച്ചന്തേരി അല്ലടാ, ചന്തേരി സിൽക്സിൽ വരുന്നതാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പൊ ഇത് ഏതാ വരുന്നേ? ഇത് കുറച്ച് കാഷ്വൽ ആയിട്ട് വരുന്നല്ലേ?
ഓക്കെ ഗൈസ്, ഇത് ഇതൊരു കാഷ്വലായിട്ട് വരുന്നതാണ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഈ സാധനം ഒന്ന് ജസ്റ്റ് വെയർ ചെയ്ത് നോക്കണോ? അങ്ങനെ ഇഷ്ടമായില്ല? നല്ല ഭംഗിയുണ്ടടി. നിങ്ങൾ അതിൻ്റെ ഒരു ടോപ്പ് ഇട്ടിരുന്നില്ലേ പണ്ട്, ജീനും ടോപ്പും പാടെ ഈ ഒരു സാധനത്തില്? ഇത് സിമ്പിളായിട്ട് വരുന്നതാണല്ലേ, കാഷ്വൽ വെയറിൽ. മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് ഗൈസ്. പിന്നെ പാകിസ്ഥാനി ടൈപ്പാണ്. പാകിസ്ഥാനി ടൈപ്പ് നോക്കണോ? ഇത് പാകിസ്ഥാനി അല്ലല്ലോ അവനെ? ഇത് നല്ല രസമുണ്ടല്ലോ ഈ ഏരിയോ അല്ലേ? വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. മസ്ലിനും കോട്ടണിലും വരുന്ന, അതായത് ഓഫ് സൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻ. ഇതല്ല രസം, ഇതല്ല ഭംഗി. വേറെ ഇത് ഭംഗി ഏതാണ്ടാവുക? ഇതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇറങ്ങിയ സാധനങ്ങളാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇത് ഈ ത്രെഡ് വർക്കാ വരുന്നത്. ഭംഗിയുള്ള കളറും ഭംഗി. ആ കളർ ഈ എടുത്തല്ലേ മുന്നേ? അതല്ലാതെ വേറെ വല്ല കളറുണ്ടോ? നല്ല രസമുണ്ടല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഈ കല്ല് മുത്തൊക്കെ എടുക്കണേക്കാളും നല്ലത് ഇതുപോലെ. ഇതിലേക്ക് ആ പശ്മിന ഹിജാബൊക്കെ രസമുണ്ടാവും. നല്ല രസമുണ്ടടി. സിമ്പിളായിട്ട് പാകിസ്ഥാൻ ടൈപ്പാണ്. പാകിസ്ഥാനി അത്രേ എന്താ പേര് അല്ലേ? നോ കരയരുത് കുട്ടി, കരയരുത്. സിനു ഇവിടെ ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒന്നിങ്ങനെ കാണിച്ചാൽ കേട്ടോ. പെരുന്തമണ്ണക്ക് ഡ്രസ്സ് എടുക്കാൻ വരുന്നവർ ജസ്റ്റ് ഒന്ന് എന്തായാലും അല്ലൂറ ഷോപ്പ് വിസിറ്റ് ചെയ്തോളി. കാരണം ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഈദിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കോട്ടണിലാണെന്നുണ്ടെങ്കിലും മൽച്ചന്തേരിയിലാണെങ്കിലും പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിലും ഇനി ഈദിനായിട്ട് സ്പെഷ്യൽ സ്റ്റോക്സും ഇങ്ങനെ വെസ്റ്റേണിലാണെങ്കിലും എത്നിക്കിലാണെങ്കിലും മൊത്തം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീനു ഇതാ തെരഞ്ഞെടുത്ത് നടക്കുന്നുണ്ട്. ഇത് രസമുണ്ടോ? നല്ല രസമുണ്ടടി. വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. ഇത് ഈ കളർ എൻ്റെ അടുത്ത് ഇല്ലല്ലോ. കുടുക്കുള്ളതാ? അപ്പോൾ ഇത് പാകിസ്ഥാൻ ടൈപ്പാണ്. ഇത് നല്ല ഭംഗിയുണ്ടടി, രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് വേണമെങ്കിൽ എടുത്തോ. അപ്പോൾ നമ്മൾ വെസ്റ്റേണിലാണ് നോക്കുന്നത്. നമ്മൾ എത്തനിക് വേഴ്സിൽ വെസ്റ്റേണിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനാണ്. അങ്ങനെയുണ്ട്. ഇത് ഭംഗിയുണ്ടോ? ചുരുക്കി കണ്ടില്ലേ? ഇതാണ് മക്കളെ, ഇതാണ് ചെക്കൻ. ഈ ചെക്കൻകുട്ടി, ഇതാണ് ചെക്കൻകുട്ടി. ഇതിൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ സിനുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്ക് വന്ന ആൾക്കാർ എന്താ സിനുവിൻ്റെ വീട്ടിൽ നോമ്പ് തുറന്നില്ലല്ലോ. നോമ്പ് തുറ സിനുവിൻ്റെ തറവാട്ടിലാണ്. അപ്പോൾ തറവാട്ടിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. സിനുവൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് നോമ്പ് തുറക്കെ കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ നാട്ടിലോട്ട് തിരിക്കും. അലേൻ്റെ മാക്സി നോക്കട്ടെ, കുഞ്ഞിത്താറിൻ്റെ മാക്സി. എൻ്റെ പെരുന്നാൾ കൂടി ഇതാ അവിടെ നോക്കട്ടെ മക്കളെ, ചെറിയ മാക്സി. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ മാക്സി. എവിടെ നോക്കട്ടെ മാക്സി നോക്കട്ടെ, മാക്സി നോക്കട്ടെ. അല്ല ഇത് വലുതാ, ഇത് പറ്റൂല. ഇത് ഓളെ ഒന്നും കൂടി വലുതാവണോ എന്നാ പറ്റൂ. എങ്ങനെ ആക്കണേ? അതിന് ഓളെ അത്ര വലിപ്പം നോക്കട്ടെ. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ രണ്ടെണ്ണേ ഉള്ളൂ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നോക്കട്ടെ, ഇങ്ങോട്ട് വാ, തലയിൽ കെട്ടിട്ടെ. അങ്ങനെ ഗൈസ്, നമ്മൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. നോമ്പ് തുറൻ്റെ ഒന്നും വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ട് തലേ നയിച്ചു പോകരുത്. ഇവിടെ തലേ തട്ടട് എന്താണോ മാക്സി എടുക്കുന്ന തിരക്കിലാണ്. എന്തായാലും സിനുവിന് ഇന്നലെ അവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ പോയി. ഡ്രസ്സൊക്കെ ഞങ്ങൾ നോക്കി വെച്ചു. ഡ്രസ്സ് എന്താണ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ എന്താ വെച്ചാൽ വേറൊരു ദിവസം ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാമെന്നുള്ള പ്ലാനാക്കി. പിന്നെ ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു കളക്ഷനും കാണിച്ചതെന്നാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ ഡ്രസ്സ് എടുക്കുകയാണ്. ഉമ്മാക്ക് സൗഫിൻ്റെ വക എത്ര ഡ്രസ്സില്ലേ? സൗഫി അവിടുന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വക ഉണ്ടാവും. നിങ്ങൾ ഡ്രസ് പെണ്ണുങ്ങളാരും ഡ്രസ് കോഡ് എടുത്തോളൂ. ഇതായിരിക്കണം രണ്ടും ഒരേപോലത്തെ മാക്സി. ഇതാ ഈ മാക്സി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഖത്തേക്ക് നല്ല വെളിച്ചുണ്ടാവും. ഇത് രസമുണ്ടല്ലോ. ഇത് അത് നല്ല രസമുണ്ടല്ലോ. അൽഫാമോ?
അലേഹൻ്റെ മാക്സിയൊക്കെ നല്ല രസമല്ലേ അലേഹൻ്റെ മാക്സി അതാ പറ്റിയത്. ഏത് ആരാപ്പൂടെ മാക്സി കച്ചവടം അലേഹ അലേഹ വലിച്ചിടല്ലേ ഇതൊക്കെ ഇജകന്നെ ആക്കേണ്ടിയിട്ടുണ്ട് കേട്ടോ അലേഹ അലേഹൻ്റെ മാക്സി നല്ല രസമുണ്ട് കൈ അല്ല ഈ പ്രായത്തിലൊക്കെ മാക്സി ഇട്ടിട്ട് കർമ്മം കൊണ്ട് മറ്റേ പറഞ്ഞമാതിരി വലിപ്പം കൊണ്ട് കൊല്ല പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും കർമ്മം കൊണ്ട് ഓളൊരു താത്തയാണ്. ഈ പ്രായത്തിൽ തന്നെ മാക്സിയൊക്കെ ഇടൽ തുടങ്ങി തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു നിങ്ങൾക്ക് കിട്ടിയില്ലൊന്നും നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഏതെടുക്കുന്നു നമുക്ക് ഏതാ വേണ്ടി എടുത്തു. അങ്ങനെ മാക്സിയൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് അമ്മോൻ്റെ അടുത്ത് നട്ടോ മാക്സി എടുക്കണമെന്ന്. അപ്പോൾ അമ്മ വന്ന് മാക്സിയൊക്കെ എടുത്തു. ഉമ്മ 2 മാക്സി എടുത്തിട്ടുണ്ട്, ഒരു ഷാളും എടുത്തിട്ടുണ്ട്. ഒരു ഷാളും മാക്സിയും സൂഫിൻ്റെ വകയാണ്. പിന്നെ സിനു ഒരു മാക്സി എടുത്തിട്ടുണ്ട്, അലേഹ 2 മാക്സി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ അല്ലൂറയിൽ നിന്ന് എടുക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലൂറയിൽ നിന്ന് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നോമ്പ് തുറക്കും പോലും ഒക്കെ പാടെ ടൈം ആകെ ഡിലേ ആയി. അപ്പോൾ പിന്നെ നേരെ നോക്കി ഭയങ്കര തിരക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഇനി എന്തായാലും ഉമ്മാനൊക്കെ കൂട്ടി നമുക്ക് വേറൊരു ദിവസം പർച്ചേസിന് പെരുന്നാൾ പർച്ചേസിന് ഇറങ്ങാം ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നോമ്പ് തലക്ക് പിടിച്ചെടുക്കണം. അത്താഴത്തിന് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഗൈസ്, നല്ല തലവേദന. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.